الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الناس، أوصيكم ونفسي أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളവൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ സ്നേഹത്തിലും പൊരുത്തത്തിലും ജീവിക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ഖുതുബയിൽ ബദറിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഉണർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒരു റമദാൻ മാസം 17 അന്നിനാണ് ബദർ നടക്കുന്നത്. ഹിജ്റ 2-ാം വർഷം ബദർ എന്ന സ്ഥലത്ത് വെച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൗഹീദിന്റെ എതിരാളികളും തമ്മിൽ യുദ്ധം നടക്കുന്നത്. കേവലം ചരിത്രം പറഞ്ഞു പോകുന്നതിനപ്പുറം ബദറിനെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനായിരുന്നു ബദറിൽ യുദ്ധം നടന്നത്? രണ്ട് സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുകയും ശത്രുപക്ഷത്തിൽ നിന്നും 70ഓളം ആൾക്കാർ മരണപ്പെടുകയും റസൂലിന്റെ സഹാബാക്കളിൽ 17 ആൾക്കാർ ഷഹീദാവുകയും ചെയ്തുള്ള ആ ഒരു സംഘടനം, ഒരു യുദ്ധം, അതിന്റെ പിറകിലുള്ള ചേതോവിധാരം എന്തായിരുന്നു? എന്തിനായിരുന്നു അങ്ങനെ ഒരു യുദ്ധം നടന്നത്? 2 വിഭാഗമാണ് ഏറ്റുമുട്ടിയത് ബദറിൽ. ഒരു വിഭാഗത്തെ സഹാബാക്കളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 313 സഹാബാക്കളും, മറുഭാഗത്ത് 1000-ലധികമുള്ള സൈന്യവുമായിട്ട് ഖുറൈശികളും, മക്കത്തെ ഖുറൈശികളും. 2 വിഭാഗം ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. എന്തിനായിരുന്നു യുദ്ധം? എന്തായിരുന്നു കാരണം? അതിലൊരു വിഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും അല്ലാഹു മാത്രമാണ് ഇലാഹ്,
ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന വാദക്കാരാണ്. മറുവിഭാഗം അള്ളാഹുവിനും ഇബാദത്താകാം, അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള പല ആൾക്കാരെയും അവർ ഇബാദത്തുകൾ ചെയ്യാൻ അവർ തീരുമാനിച്ചു. അവർ അതിനുവേണ്ടി പല ആളുകളെയും സ്വീകരിച്ചു. അങ്ങനെയായിരുന്നു രണ്ട് വിഭാഗക്കാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് യുദ്ധം ചെയ്തത്, ബദ്ർ യുദ്ധത്തിൽ റസൂലിന്റെയും സഹാബാക്കളുടെയും എതിരായിട്ടുണ്ടായിരുന്നത് അവരെ സംബന്ധിച്ചൊന്ന് പഠിച്ചാൽ, അവരെ സംബന്ധിച്ചൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും എന്തിനായിരുന്നു ബദ്ർ ഉണ്ടായത്. മക്കത്തെ മുശ്രിക്കീങ്ങൾ, ഖുറൈശികൾ, ഖുർആൻ മുശ്രിക് എന്ന് പരിചയപ്പെടുത്തിയ വിഭാഗം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾ, അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ 400 വർഷങ്ങൾക്കപ്പുറം അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിൽ തന്നെയായിരുന്നു, തൗഹീദിലായിരുന്നു. പിന്നീടാണ് അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന ആളിലൂടെ കഅബയിലേക്ക് ആദ്യമായിട്ടൊരു വിഗ്രഹം കടന്നു വരുന്നത്. ഷാമിലേക്കുള്ള യാത്രയിൽ ഷാമിൽ ആൾക്കാര് വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ആരാധനാ കർമ്മങ്ങൾ നടത്തുന്നത് കണ്ട് അതിഷ്ടപ്പെട്ട് അങ്ങനെ ഒരു വിഗ്രഹം കൊണ്ടുവന്ന് കഅബയിൽ വെച്ചു. അതിന്ന് നമ്മൾ കാണുന്നത് പോലെ സാങ്കല്പിക വിഗ്രഹങ്ങളായിരുന്നില്ല. ഇന്ന് നമ്മൾ മറ്റുള്ള മതസ്ഥരുടെ വിഗ്രഹങ്ങൾ കാണുന്നുണ്ട്, സാങ്കല്പിക വിഗ്രഹങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മക്കത്തെ മുശ്രിക്കീങ്ങൾ അന്ന് കഅബക്ക് ചുറ്റും വെച്ചത് ഇതേപോലെ സാങ്കല്പിക വിഗ്രഹങ്ങളായിരുന്നില്ല. മറിച്ച് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, അന്നഹും വദഉ ഹാദിഹിൽ ഔസാന വൽ അസ്നാമ അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം. അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ കഅബക്ക് ചുറ്റും വെച്ചുകൊണ്ടിരുന്ന ആ രൂപങ്ങൾ, വിഗ്രഹങ്ങൾ, അത് മുൻകാല അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും രൂപങ്ങളായിരുന്നു. അത് സാങ്കല്പിക വിഗ്രഹങ്ങളല്ല എന്ന് നമ്മൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അവർ എന്തിനാണ് അങ്ങനെ വെച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന ആളെ ഞാൻ നരകത്തിൽ കണ്ടു. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ നരകത്തിൽ അവൻ അവന്റെ കുടൽമാല പുറത്തേക്കിട്ട് അതും വലിച്ച് നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ രീതിയിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നത്? വഹുവ അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ദീന് ആദ്യമായിട്ട് അത് വികലമാക്കിയത് അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന ആളാണ്. ഖുസാഇ ഗോത്രത്തില് എങ്ങനെയാണ് ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ആ പാരമ്പര്യത്തിലുള്ള തൗഹീദ് എങ്ങനെയാണ് അവൻ വികലമാക്കിയത്? കഅബയിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ട്. അങ്ങനെയാണ് അറബികളിലേക്ക് വിഗ്രഹാരാധന കടന്നു വരുന്നത്. അവർ വിഗ്രഹങ്ങൾ വെച്ചത് അമ്പിയാക്കന്മാരുടെയും മുൻകാല സ്വാലിഹീങ്ങൾ, മരണപ്പെട്ടു പോയ മഹത്തുക്കളുടെയും രൂപങ്ങളിലായിരുന്നു. കഅബയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിഗ്രഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെതാണ്. പക്ഷെ അവരാരും അന്ന് ആ വിഗ്രഹങ്ങളെ അള്ളാഹുവിന് തുല്യമായി കണ്ടിട്ടില്ല, അള്ളാഹുവിന് പകരക്കാരായി കണ്ടിട്ടില്ല. അള്ളാഹുവിന് തുല്യമായിട്ട് മഴ വർഷിപ്പിക്കുന്നതും മനുഷ്യരെ സൃഷ്ടിക്കുന്നതും രോഗം നൽകുന്നതും രോഗം ശമിപ്പിക്കുന്നതും ഭൂമിയെ നിയന്ത്രിക്കുന്നതും ഇതൊന്നും ഈ വിഗ്രഹങ്ങളെല്ലാം അവർ വിശ്വസിച്ചിരുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഖുർആൻ وَلَئِنْ سَأَلْتَهُمْ لَيَقُولُنَّ وَلَئِنْ سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَسَخَّرَ الشَّمْسَ وَالْقَمَرَ. പ്രവാചകരെ അങ്ങ് അവരോട് ചോദിക്കും, മക്കത്തെ മുശ്രിക്കീനോട് അങ്ങ് ചോദിക്കും, ആരാണ് ഭൂമി ആകാശങ്ങളെ സൃഷ്ടിച്ചത്? വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്? അവർ പറയും ഫസയഖൂലൂന അല്ലാഹ്, അല്ലാഹു ആണെന്ന് അവർ പറയും. അവർക്ക് അതിൽ ഉറപ്പുണ്ടായിരുന്നു, തീർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറഞ്ഞത്, അവർ കപ്പലിൽ സഞ്ചരിക്കുന്ന സമയം ഒരു വലിയ തിരൽമാല ആ കപ്പലിനെ വിഴുങ്ങുമാറടുത്തു. ആ കപ്പൽ വെള്ളത്തിൽ ഒഴുക്കിപ്പെടാൻ അവർ അള്ളാഹുവിനോട് നിഷ്കളങ്കമായിട്ട് അവർ ദുആ ചെയ്യും.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിച്ച് കരയിലേക്ക് എത്തിച്ചാൽ ഫഇദാഹും മുശ്രികൂൻ, പിന്നെ അവർ ശിർക്കിലേക്ക് തിരിച്ചു പോകും. മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ വാക്കാണ്. അഥവാ അള്ളാഹുവിനെ പരിചയമില്ലാത്തവരായിരുന്നില്ല ബദറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഏറ്റുമുട്ടിയത്. അള്ളാഹുവിനെ അറിയാത്തവരായിരുന്നില്ല. ഭൂമിയെ സൃഷ്ടിച്ചതും ആകാശത്തെയും സൃഷ്ടിച്ചതും അതിലുള്ള സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്നൊരു വിശ്വസിച്ച ഒരു വിഭാഗമായിരുന്നു ബദറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റുമുട്ടിയത്. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാണ് യുദ്ധം നടന്നത്? അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ട്. മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അള്ളാഹുവാണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഖുർആൻ അവിടെ വ്യത്യാസമുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊക്കെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും ഉടമപ്പെടുത്തിയതും അള്ളാഹു ആയിരിക്കെ ആ അള്ളാഹുവിന് മാത്രമേ ഇബാദത്തുകൾ പറ്റുകയുള്ളൂ. മറുവിഭാഗം പോരാ, ഇതൊക്കെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും ഉടമപ്പെടുത്തുന്നതും അള്ളാഹുവാണ്. പക്ഷെ ആ അള്ളാഹുവിലേക്ക് എത്താൻ നാം മറ്റ് പലരെയും സമീപിക്കണം, മറ്റു പലർക്കും ഇബാദത്തുകൾ സമർപ്പിക്കണം. അതായിരുന്നു അത്. അങ്ങനെയാണ് യുദ്ധം സംഭവിക്കുന്നത്. സൂറത്തുൽ അൻഫാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദ്റിന്റെ മുമ്പുണ്ടായിരുന്ന ചില സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇദ് തസ്തഗീഫൂന റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിച്ച സന്ദർഭം. പ്രിയപ്പെട്ടവരെ, ബദറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ സൂറത്തുൽ അൻഫാലിന്റെ 4-5 ആയത്തുകൾ നമുക്ക് മുമ്പിൽ വരും. ആ ആയത്തുകൾ പറയുന്നത് ബദറിന്റെ രാത്രി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് 2 ദുആകൾ ഉയർന്നിട്ടുണ്ട്. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറാണ് ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്. സൂറത്തുൽ അൻഫാൽ ആയത്ത്, നിങ്ങൾ എന്നോട് വിജയം ചോദിച്ചപ്പോ ഫഖദ് ജാഅകുമുൽ ഫത്ഹ്, നിങ്ങളിലേക്ക് ആ വിജയം വന്നിരിക്കുന്നു. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ വിജയം ചോദിച്ചത് അബൂജഹലാണ്. അബൂജഹലിന്റെ ദുആ. ബദറിന്റെ രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ദുആ ചെയ്തു അല്ലാഹുവിനോട്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ദുആ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ, അല്ലാഹുമ്മ ഐനമാ വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത സഹായം എവിടെ, നീ എനിക്ക് വാഗ്ദാനം ചെയ്ത വിജയം എവിടെ? അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുവേ എനിക്ക് നീ വാഗ്ദാനം ചെയ്ത വിജയം അത് നീ നടപ്പിലാക്കി തരണമേ. അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ ഒരു ചെറു സംഘത്തെ, ഈ ഒരു ചെറിയ സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഫലാ തുഅബദ് ഫിൽ അർളി അബദ, പിന്നീട് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ആരും ബാക്കിയാകൂല. അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. അതേപോലെ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ മറുഭാഗത്ത് കഅബയുടെ കില്ലയും പിടിച്ച് അബൂജഹൽ ദുആ ചെയ്തു അല്ലാഹുവിനോട്. എന്തായിരുന്നു ദുആ? അല്ലാഹുമ്മ അൻസുർ അഇസ്സ, അല്ലാഹുമ്മ അൻസുർ അഅസ്സൽ ജുൻദൈൻ, അല്ലാഹുവേ അല്ലാഹുമ്മ അൻസുർ, അല്ലാഹുവേ നീ സഹായിക്കണമേ. അബൂജഹലിന്റെ ദുആ, അല്ലാഹുമ്മ അൻസുർ, അല്ലാഹുവേ നീ സഹായിക്കണമേ. അഅസ്സൽ ജുൻദൈൻ, ഈ 2 സൈന്യങ്ങളിൽ ഏറ്റവും നല്ല സൈന്യത്തെ നീ വിജയിപ്പിക്കണമേ. വഅക്രമൽ ഫിഅതൈൻ, 2 വിഭാഗം സൈന്യങ്ങളിൽ, 2 വിഭാഗം കൂട്ടക്കാരിൽ ഏറ്റവും മാന്യന്മാരെ നീ വിജയിപ്പിക്കണമേ. വഖൈറൽ ഖബീലതൈൻ, 2 ഗോത്രങ്ങളാണ് ഇവിടെ യുദ്ധത്തിന് വന്നിട്ടുള്ളത്. അല്ലാഹുവേ നീ നല്ല ഗോത്രത്തിനെ, ഖൈറായ ഗോത്രത്തിനെ നീ വിജയിപ്പിക്കണമേ. അബൂജഹലിന്റെ ദുആ. അത് മാത്രമല്ല ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പിന്നീട് പറഞ്ഞു വറ്റൊരു ദുആ, റബ്ബന ഫ്തഹ് ബൈനനാ വബൈന മുഹമ്മദിൻ വഅസ്ഹാബിഹി. അബൂജഹലിന്റെ ദുആ, അല്ലാഹുമ്മ ഫ്തഹ്, അല്ലാഹുവേ ഇഫ്തഹ്നാ, നമ്മളെ നീ വിജയിപ്പിക്കണമേ. ബൈനനാ വബൈന മുഹമ്മദിൻ വഅസ്ഹാബി, നമുക്കിടയിലും മുഹമ്മദിന്റെയും മുഹമ്മദിന്റെ കൂട്ടാളികൾക്കും ഇടയിൽ നമുക്ക് നീ വിജയം നൽകണമേ എന്ന് അബൂജഹലിന്റെ ദുആ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിക്ക, പിന്നെ എന്തിനാണ് ബദർ സംഭവിച്ചത്? അന്ന് ബദറിന്റെ രാത്രി അള്ളാഹുവിലേക്ക് ഉയർന്ന 2 ദുആകളാണ്. ഒന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ, 2 അള്ളാഹുവിന്റെ ശത്രു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രു, അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബാക്കളെയും നശിപ്പിച്ച് ഇസ്ലാമിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ഒരുങ്ങി പുറപ്പെട്ട അബൂജഹലിന്റെ ദുആ, 2ഉം അള്ളാഹുവിനോടാണ്. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം.
പിന്നെ എന്തിനാണ് ബദർ ഉണ്ടായത്? മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസം നാം മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും ബദറിന്റെ പിന്നിൽ പിന്നെന്താണ് കാരണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൽ ഇരു കൂട്ടർക്കും തർക്കമില്ല. പക്ഷെ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അവിടെയാണ് തർക്കങ്ങൾ സംഭവിക്കുന്നത്. ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമേ പറ്റൂ എന്നുള്ളിടത്താണ് വിഷയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും പറയും ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ്. അബൂജഹലും കൂട്ടരും പറയും ഇബാദത്ത് അള്ളാഹുവിനുമാകാം, അതിനപ്പുറം അള്ളാഹു അല്ലാത്ത മഹത്തുക്കൾക്കുമാകാം. എന്തിന്? അള്ളാഹുവിലേക്ക് അടുക്കാൻ. സൂറത്തു സുമർ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കത്തെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയാൻ, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അള്ളാഹുവിനാകുന്നു പൂർണ്ണമായ ദീനിന്റെ അവകാശം. അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ മറ്റ് ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്നവർ, അള്ളാഹുവിന് പുറമെ കൂട്ടാളികളെ സ്വീകരിക്കുന്നവർ, അവർ പറയും മാ നഅബുദുഹും ഇല്ലാ ലിയുഖദ്ദിബൂനാ ഇലല്ലാഹി സുൽഫ. മാ നഅബുദുഹും, നമ്മൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല, നമ്മൾ ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നില്ല, ഈ വിഗ്രഹങ്ങളോട് ദുആ ചെയ്യുന്നില്ല, ഈ വിഗ്രഹങ്ങളോട് ഇസ്തിഗാസ ചെയ്യുന്നില്ല. എന്തിനല്ലാതെ? ഇല്ലാ ലിയുഖദ്ദിബൂനാ ഇലല്ലാഹി സുൽഫ, ഈ വിഗ്രഹങ്ങൾ, ഈ മഹത്തുക്കളുടെ രൂപങ്ങൾ അള്ളാഹുവിലേക്ക് നമ്മളെ പടിപടിയായി ഉയർത്താൻ വേണ്ടിയിട്ടല്ലാതെ. സൂറത്തു സുമറിന്റെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ബദർ നടക്കാനുള്ള കാരണം എന്തായിരുന്നു? എന്തിനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കത്തെ മുശ്രിക്കീങ്ങളും പരസ്പരം പോരടിച്ചത്? അവർ പറയും അള്ളാഹുലേക്ക് നമ്മളെ പടിപടിയായി ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നാം സുജൂദ് ചെയ്യുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്. സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമെ അവർ ഇബാദത്തുകൾ ചെയ്യുന്നു. ആർക്ക്? മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാത്ത വെറും വിഗ്രഹങ്ങളെ, വെറും രൂപങ്ങളെ. ആരുടെ? മരിച്ചുപോയ അമ്പിയാക്കന്മാരുടെയും മഹത്തുക്കളുടെയും രൂപങ്ങൾക്ക് മുമ്പിലായിരുന്നു അന്ന് കഅബക്ക് ചുറ്റും അവർ ഇബാദത്തുകൾ നടത്തി പോന്നിരുന്നത്. അവർ പറയുകയും ചെയ്യും വയഖൂലൂന, ഇബാദത്ത് ചെയ്യുക മാത്രമല്ല അവർ പറയുകയും ചെയ്യും ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഈ വിഗ്രഹങ്ങൾ, ഈ മഹത്തുക്കൾ, ഈ അമ്പിയാക്കന്മാര് ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാകുന്നു, ശഫാഅത്ത് ചെയ്യുന്നവരാകുന്നു. ആ ശഫാഅത്തിന്റെ ഓഹരി കിട്ടാനാണ് ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ ഇബാദത്തുകൾ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയാണ്, അവർ കഅബക്ക് ചുറ്റും വെച്ചിരുന്നത് അവർ മുൻകാല അമ്പിയാക്കന്മാരുടെയും മഹത്തുക്കളുടെയും രൂപങ്ങളായിരുന്നു. എന്നിട്ട് അവർ വാദിച്ചു അന്നഹും മതസ്തഗലൂ ബിഇബാദത്തി ഹാദിഹിൽ ഔസാനി വൽ അസ്നാം, ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ എപ്പോഴൊക്കെയാണോ അവർ ഇബാദത്തുകൾ കൊണ്ട് വ്യാപൃതരാകുന്നത്, അള്ളാന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് സഹായം വരികയും വയഖൂലൂന ശുഫആഅൻ ലഹും ഇൻദല്ലാഹ്, ഈ വിഗ്രഹങ്ങൾ, ഈ മഹത്തുക്കള് അള്ളാഹുവിന്റെ അടുക്കൽ ഇവർക്ക് ശുപാർശകരായിട്ട് വരികയും ചെയ്യും. അതായത് അവരുടെ വിശ്വാസം. എന്നിട്ട് റാസി പറയാണ് വനദീറുഹു ഫീ സമാനിനാ ഹാദാ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതേപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിലും ചില സംഭവങ്ങൾ നടക്കും. യഫ്അലൂന കസീറുൻ മിനൽ ഖൽഖ്, അധിക ജനങ്ങളും അത് ചെയ്യുന്നു. വയുഅല്ലിമൂന ഖുബൂറസ് സാലിഹീൻ, മഹത്തുക്കളുടെ ഖബറുകളെ അവർ വലിയ രീതിയിൽ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവർ അതിന്റെ അടുക്കൽ ഇബാദത്തുകൾ ചെയ്യുന്നു. അവരുടെ വാദം, അവർ എപ്പോഴൊക്കെയാണോ ഈ ഖബറിനെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്, അപ്പോഴൊക്കെ ആ മഹത്തുക്കള് അവരുടെ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ശുപാർശകരായിട്ട് വരുമെന്ന് ഇമാം റാസി പറയണം. ആ കാലഘട്ടത്തിലുള്ള അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? അതിനേക്കാൾ അപ്പുറം നമ്മുടെ സമൂഹം കടന്നുപോയിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറം ഈ സമൂഹം എത്തിപ്പെട്ടിട്ടുണ്ട് ശിർക്കിലും അപകടങ്ങളിലേക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബദറിനെ ഓർക്കുന്ന ഈ റമദാന്റെ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും അന്ന് എന്തിനു വേണ്ടിയിട്ടാണോ പോരാടിയത്, അത് തൗഹീദിന് വേണ്ടിയിട്ടായിരുന്നു. എവിടെയാണ് തൗഹീദും ശിർക്കും വേർതിരിയുന്നത്? തൗഹീദ് അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്.
എല്ലാ ഇബാദത്തും അള്ളാഹുവിന് മാത്രം. ഷിർക്ക് എന്നുള്ളത് അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് ചെയ്തു, അള്ളാഹുവിന് പുറമെ അള്ളാഹു കൊടുക്കേണ്ട ഒരു ഇബാദത്ത്, ദുആ, ഇസ്തിഗാസ, സുജൂദ്, നേർച്ച, വഴിപാട് എല്ലാം അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ഇബാദത്ത് ആരെങ്കിലും മറ്റൊരാൾക്ക് കൊടുത്താൽ അത് ഷിർക്കാണ്. ആ കാര്യം നമ്മുടെ സമൂഹത്തെ നാം ബോധ്യപ്പെടുത്തണം, നമ്മൾ ഉൾക്കൊള്ളണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തെയും കുടുംബങ്ങളെയും നാം പറഞ്ഞ് ബോധവൽക്കരിക്കണം, പറഞ്ഞു കൊടുക്കണം, അവരിലേക്ക് എത്തിക്കണം. തൗഹീദ് എന്ത്, ഷിർക്ക് എന്ത്, എന്തിനായിരുന്നു ബദർ, എവിടെയാണ് ബദർ, എന്തിനാണ് അവർക്ക് തെറ്റ് പറ്റിയത്, എവിടെയാണ് പിഴവ് പറ്റിയത് എന്ന് നമ്മുടെ സമൂഹത്തിനെ ബോധവൽക്കരിക്കാൻ, സമൂഹത്തിലേക്ക് എത്തിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഈ കിട്ടിയ തൗഹീദിൽ ഉറച്ചു നിൽക്കാനും, മരണത്തിന് ശേഷം മുവഹിദീങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് അള്ളാഹു നൽകുന്നത് അതൊക്കെ കരസ്ഥമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. ഒരിക്കൽ കൂടി ഉടമസ്ഥനായ റബ്ബിന്റെ കൽപ്പനകളും നിരോധനങ്ങളും സൂക്ഷിച്ച് പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, റമദാൻ അതതിൻ്റെ പകുതിയിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇനി പകുതി ബാക്കിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇബാദത്തുകൾ ചെയ്ത് അതിനെ ധന്യമാക്കിയവർക്ക് എന്നാൽ ആഖിറത്തിൽ കാണാൻ കഴിയും. അതല്ല, മറ്റുള്ള മാസങ്ങളെ പോലെ തന്നെ അതിനെയും തള്ളി നീക്കിയവർ അവർ തീർത്തും പരാജിതരാണ്. ഇന്നൊരിക്കലും തിരുത്താൻ കഴിയാത്ത രീതിയിൽ ആ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹുരിമ ഖൈറുഹാ ഹുരിമൽ ഖൈറു കുല്ലു. റമദാനിൽ കിട്ടുന്ന ആ ഖൈർ അത് ആർക്കെങ്കിലും തടയപ്പെട്ടാൽ, ആർക്കെങ്കിലും കിട്ടാതായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ അടിമകൾക്ക് റഹ്മത്ത് ചൊരിയും. അടിമകൾക്ക് കൊടുക്കുന്ന ഫദ്ൽ, അതിന്റെ ഖൈർ, ആ ഖൈർ ആർക്കുടെ ജീവിതത്തിൽ തടയപ്പെട്ടാൽ, അത് നേടിയെടുക്കാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാർ, ഹുരിമൽ ഖൈറു കുല്ലു, അവന്റെ ജീവിതത്തിൽ എല്ലാ ഖൈറും തടയപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ രാത്രിയും പകലും ഒരേപോലെ പവിത്രമാക്കപ്പെട്ടതാണ്. സമയങ്ങൾ വലിയ മൂല്യവത്തായ സമയങ്ങളാണ്. അത് ഉപയോഗപ്പെടുത്തുക എന്നാൽ ആഖിറത്തിലേക്ക് വേണ്ടി. മരണത്തിനപ്പുറത്തുള്ള ജീവിതം സന്തോഷകരമാകാൻ, സമാധാനപരമാകാൻ റമദാനിനെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും ഉടമസ്ഥാന റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم حاسبنا حسابا يسيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم اغفر لنا ولوالدينا يا غافر المذنبين. وأقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم.